ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ജമ്മു കാശ്മീർ യാത്രയുടെ പാർട്ട് 2 അങ്ങനെ ഭാഗം 2ആണ്. നമ്മൾ ജമ്മു കാശ്മീരിലെ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് വരെയുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ഇവിടുന്ന് കൂടെ പോയ ഞങ്ങൾ 3 പേരും മറ്റൊരു ടീമുമായിട്ട് പിന്നെ ചേർന്നിട്ടായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര. ഇവിടുന്ന് ബസ്സിലാണ്. ബസ്സിൽ നമ്മുടെ ക്യാപ്റ്റനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെയാണിത്. പല ആളുകളും യാത്രയുടെ ക്ഷീണത്തിൽ ബസ്സിൽ കയറി ഉടനെ തന്നെ ഒന്ന് മയങ്ങാനുള്ള ഒരുക്കൊക്കെയാണ്. ചിലരൊക്കെ മയങ്ങി വീണു. അങ്ങനെയൊക്കെ യാത്ര അങ്ങനെ നമ്മൾ തുടരുകയാണ്. അങ്ങനെ ജമ്മു ടൗൺ കഴിഞ്ഞ് നമ്മളെ വണ്ടി ജമ്മു ശ്രീനഗർ ഹൈവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു ശ്രീനഗർ ഹൈവേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജമ്മുവിലെ പ്രധാനപ്പെട്ട സൂ ആയിട്ടുള്ള ജംബൂ സൂവിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ അടുത്ത് നമ്മൾ ജഗതിൻ്റെ പേരിലൊരു സ്ഥലം കൂടി ഉണ്ടെന്ന് മനസ്സിലായി പോണ വഴിക്ക്. അതുപോലെ നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് വേണം നമുക്ക് ശ്രീനഗറിലെത്താൻ. ഈ ജഗതിക്ക് പുറമെ ടിക്രി, ഉധംപൂർ, അങ്ങനെ ധാർ, രാംബൻ, പിന്നെ ബനിഹാൽ, ഗാസിയാകുണ്ട്, കുട്വാനി, ബിജ്ബെഹ്റ, അവന്തിപുര, പാമ്പോർ, അങ്ങനെ ഒരുപാട് നമ്മുടെ ജമ്മു ശ്രീനഗർ ഹൈവേയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ടൗണുകൾ, അതേപോലെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കടന്നിട്ടാണ് നമ്മൾ ശ്രീനഗറിലേക്ക് എത്തുക. ഏതാണ്ട് ഒരു 8-8:30 ആകുമ്പോഴേക്കും എത്തും എന്നുള്ളതാണ്, ശ്രീനഗറിലെത്തുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ജമ്മു, IIM ജമ്മുവിൻ്റെ ബിൽഡിങ്ങാണ് നമ്മൾ ഈ ഇടതുവശത്തായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപാട് എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. IIM ജമ്മുവിൻ്റെ മുന്നിലൂടെയാണ് നമ്മുടെ ജമ്മു ശ്രീനഗർ ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു ശ്രീനഗർ ഹൈവേ ഇതേപോലുള്ള ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ടണലുകൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു ചെറിയ ടണലാണിത്. ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരം ഈ ടണലുണ്ട്. പോണ വഴിക്ക് ഭക്ഷണം കഴിക്കാനൊരു ധാബയിൽ നിർത്തി. അവിടെ നമ്മുടെ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന തന്തൂരി റൊട്ടി ദാലുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ തന്തൂരി റൊട്ടി ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. നമ്മുടെ നാട്ടിൽ ഈ ലൈവ് പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ ഈ നോർത്തിലൊക്കെ അവരുടെ പ്രധാന ഭക്ഷണം റൊട്ടിയാണല്ലോ. അപ്പോൾ റൊട്ടിയാണ് ലൈവായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളൊരു ബസ് ഒന്നാക്കി അവിടെ വന്ന് നിർത്തിയ സമയത്ത് അവർ ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ചൂടുള്ള റൊട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു. അങ്ങനെ ലൈവ് തന്തൂർ റൊട്ടിക്കുള്ള വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. നമ്മൾ ഏതാണ്ട് ബനിഹാൽ ഒക്കെ എത്താനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുന്നിൻ്റെയും മലകളുടെയും അതുപോലെ ചുരത്തിൻ്റെ ഒക്കെ കാഴ്ചകളായിട്ട് നമ്മളെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടണലുകളിലുള്ള ഏറ്റവും വലിയ ടണലിലാണ് നമ്മളെ വണ്ടി ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. ബനിഹാൽ ടണലാണിത്. ഇത് ഏതാണ്ട് ഒരു 9 കിലോമീറ്ററോളം ദൂരമുണ്ട്. അങ്ങനെ ഏതാണ്ട് 9 കിലോമീറ്ററോളം ദൂരം മല തുറന്നുണ്ടാക്കിയ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ ബസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ദൂരത്തിലുള്ള ഇത്ര വലിയ ടണലിൽ എൻ്റെ ആദ്യത്തെ യാത്രയാണ്.
നമ്മളെ കുതിരാൻ ടണലിൻ്റെ വലുപ്പമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ടണലിൻ്റെ ഒരു ഭീകരാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ അതിന് ലൈറ്റിങ്ങും കാര്യങ്ങളും അതേപോലെ എയർ ഹോളുകൾ, സുരക്ഷാ പിന്നെ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ടണൽ ഉള്ളത്. നമ്മളൊരു ടണലിൽ കൂടെ പോണ ഒരു ഫീലില്ലാതെ കൃത്യമായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്തായാലും നമ്മുടെ യാത്രയിലുള്ള ഏറ്റവും വലിയൊരു തുരങ്കത്തിൽ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടണലിൽ കൂടെയുള്ള നമ്മളെ യാത്ര കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പക്ഷെ ഇവിടുത്തെ കുന്നുകളും മലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു വരണ്ട ഉണങ്ങിയ മുട്ടക്കുന്നുകളാണ് അല്ലേ. ഒരു ഉണങ്ങി കടിച്ച ടൈപ്പുള്ളൊരു പിന്നെ വരണ്ട മണ്ണും അതുപോലെ അധികം മരങ്ങളോ അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഈ കാലാവസ്ഥ ഈ സമയത്ത് എങ്ങനെയാണോന്ന് അറിയില്ല. എന്തായാലും മലകളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടെ ഒരു അത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ ഫോറസ്റ്റിൻ്റെതായിട്ടുള്ളൊരു പച്ചപ്പോ മരങ്ങളോ അങ്ങനെയുള്ള ഒരു അതൊന്നും കാണാനൊരു കാഴ്ചയൊന്നുമല്ല കാണാനുള്ളത്. ഇതുപോലെ വരണ്ട് തുടങ്ങി ഒരു പിന്നെ എന്താ പറയുക പൊടി പിടിച്ച് കിടക്കണ പോലെയൊക്കെയുള്ളൊരു കുന്നുകളും മുട്ടക്കുന്നുകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഓരോ ജംഗ്ഷനിലും നല്ല നിലക്ക് തന്നെ പട്ടാളക്കാർ തോക്കും പിടിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓരോ അങ്ങാടികളെത്തുമ്പോഴും അവിടെ ഓരോ ജംഗ്ഷനിലും നല്ല നിലക്ക് തന്നെ തോക്കുകളും അതേപോലെ മെഷീൻ ഗണ്ണുകൾ വാഹനങ്ങളും അതിലൊക്കെ തൂക്കം പിടിച്ച് പട്ടാളക്കാരൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച. നമ്മളെ നാട്ടിൽ നിന്നുള്ള നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണത്. പോണ വഴിക്കൊക്കെ ഹൈവേൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടമാനം ബ്ലോക്കിൽ നമ്മൾ പെട്ടു. എങ്ങനെയാലും വിചാരിച്ച സമയത്ത് എത്തുമെന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജമ്മുവിലെ പ്രധാനപ്പെട്ട ഒരു നദിയായിട്ടുള്ള താവി നദീൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് നമ്മളെ ഈ റോഡ്, ഈ ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തൊരു ടണലിൽ കയറിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു 2-3 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരുപാട് ടണലുകൾ നമ്മൾ പോണ വഴിക്കുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ്, രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജമ്മു മുതൽ ശ്രീനഗർ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 3ഓളം നദികളാണ് ക്രോസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് താവി, അതേപോലെ ചെനാബ്, ഝലം. അതിലിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വലത്തെ ഭാഗത്തായിട്ടാണ് ചെനാബ് റിവറാണ് അങ്ങനെ ഒഴുകുകയാണ്. നമുക്ക് ഇവിടുന്ന് അവിടെ കാണാൻ കഴിയില്ല, അത്രയ്ക്ക് താഴ്ചയിലാണത്. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. കാരണം വണ്ടി ഒരുപാട് നേരം പല സ്ഥലങ്ങളും നിർത്തേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാലും നമ്മുടെ യാത്രയിൽ കാണാൻ പറ്റുന്നിടത്തോളം എടുക്കാം, അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാത്രം കുറേ കാര്യങ്ങൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ട്. എങ്ങനെയാലും നമ്മളിപ്പോൾ ബിജുബേറ കഴിഞ്ഞു, അതേപോലെ പിന്നെ നമ്മുടെ ശ്രീനഗറിനോട് അടുക്കാനായി, രാത്രിയായി, ഏകദേശം രാത്രിയായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ വീഡിയോഗ്രാഫി ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല ഇനി. മാത്രമല്ല നമ്മളെ ഫോണിൻ്റെ പവർ ബാങ്കിൻ്റെ ചാർജ് ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാഴ്ചകൾ നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല.
ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി നമുക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ഗ്രൗണ്ട് പ്ലാസ ഹോട്ടലിൻ്റെ അടുത്തെത്തി. നമ്മളെ ഹോട്ടലിൻ്റെ ഗ്രൗണ്ട് പ്ലാസ ഹോട്ടലിൻ്റെ ലോബിയാണിത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി 4-5 ദിവസം നമ്മുടെ താമസം ഇവിടെയായിരിക്കും. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ പോയിന്റിലേക്കുള്ള യാത്രകൾ ഇവിടുന്ന് അവിടെ തുടങ്ങുക. അപ്പോൾ ജമ്മു മുതൽ ശ്രീനഗറുള്ള ഈ ഒരു ചെറിയ വീഡിയോയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് കരുതുകയാണ്. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.